സ്ത്രീകളുടെ വയസ്സും പുരുഷന്മാരുടെ ശമ്പളവും ചോദിക്കരുതെന്നാണ് പറയാറ്. എന്നാൽ പ്രശസ്ത ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെ വയസ്സും മുടിയും വരെ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ ശമ്പളം അത്ര ചർച്ചയായിട്ടില്ല. നാസ രേഖകൾ പ്രകാരം ഏകദേശം 1.26 കോടി രൂപയാണ് സുനിത വില്യംസിന്റെ വാർഷിക ശമ്പളം. അതായത് മാസത്തിൽ വെറും 10 ലക്ഷത്തോളം രൂപ. നാട്ടിൽ തന്നെ IT കമ്പനികളിൽ മറ്റുമായി ജോലി ചെയ്ത് മാസത്തിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുള്ളപ്പോൾ ഇത് അത്ര വലിയ തുകയാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. ഏറെ പ്രശസ്തമെങ്കിലും വളരെ കഠിനമെന്ന് തോന്നിക്കുന്ന ഈ ജോലിക്ക് ഈ ശമ്പളം ഇത്തിരി കുറവേയില്ലെന്ന് സംശയിക്കുന്നവരുണ്ടാകാം. വലിയ ശമ്പളമല്ലേ എന്ന് അതിശയിക്കുന്ന വളരെ സാധാരണക്കാരായ ചിലരെയും കണ്ടേക്കാം. എന്തായാലും ഇതൊരു യാഥാർത്ഥ്യമാണ്. US സർക്കാരിൻ്റെ ജനറൽ ഷെഡ്യൂൾ അഥവാ GS ശമ്പള സ്കെയിൽ അനുസരിച്ചാണ് നാസ ബഹിരാകാശ യാത്രികരുടെ ശമ്പളം നിർണ്ണയിക്കുന്നത്. ഓരോരുത്തരുടെയും അനുഭവജ്ഞാനവും ഉത്തരവാദിത്തങ്ങളും അടിസ്ഥാനമാക്കി സാധാരണയായി GS 13 മുതൽ 15 വരെയാണ് ബഹിരാകാശ യാത്രികർക്ക് അനുവദിക്കുന്ന ശമ്പള സ്കെയിൽ. നല്ല അനുഭവജ്ഞാനവും പരിചയസമ്പത്തുമുള്ള സുനിത വില്യംസും ബാരി ബുച്ച് വിൽമോർക്കും GS 15 ശമ്പള സ്കെയിലാണ് ഉൾപ്പെടുക. ഇത് ഏകദേശം $1,52,258, അതായത് $1,26,00,000 രൂപയാണ് വാർഷിക ശമ്പളത്തിന് തുല്യമാണെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. ശമ്പളത്തിന് പുറമെ ബഹിരാകാശ യാത്രികർക്ക് ആരോഗ്യ ഇൻഷുറൻസ്, യാത്രാ അലവൻസുകൾ, അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മാനസിക പിന്തുണ എന്നിവയുൾപ്പെടെ നാസ നൽകുന്നുണ്ട്. എന്നാൽ വില്യംസും വിൽമോറും 2024 ജൂൺ മുതൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മുഴുവൻ സമയവും കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും അവരുടെ പ്രതിഫലത്തിൽ നാസ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നാസ തങ്ങളുടെ ദീർഘകാല ദൗത്യങ്ങൾക്ക് ഓവർ ടൈം, അപായ സാധ്യതാ വേതനം നൽകുന്നില്ലെന്നതാണ് ഇതിന് കാരണം. അതേസമയം ഭക്ഷണം, താമസം, ഗതാഗതം തുടങ്ങി അവശ്യ വസ്തുക്കൾക്കും ആകസ്മിക ചെലവുകൾക്കുമായി കുറഞ്ഞ ദൈനംദിന സ്റ്റൈപ്പൻഡ് നാസ ഇവർക്ക് നൽകുന്നുണ്ട്. US സിവിൽ സർവീസിലെ പ്രധാന ശമ്പള സ്കെയിലാണ് ജനറൽ ഷെഡ്യൂൾ അഥവാ GS എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ജീവനക്കാരിൽ ഭൂരിഭാഗം, അതായത് പ്രൊഫഷണലുകൾ, ടെക്നിക്കൽ ജോലി ചെയ്യുന്നവർ, അഡ്മിനിസ്ട്രേറ്റീവുമാർ, ക്ലറിക്കൽ തസ്തികയിൽ ഉൾപ്പെടുന്നവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവരാണ്. ഏകദേശം $5 മില്യൺ മുൻ നാവിക ഉദ്യോഗസ്ഥ കൂടിയായ സുനിത വില്യംസിന്റെ ആസ്തി. മുൻ ഫെഡറൽ മാർഷലും ഹെലികോപ്റ്റർ പൈലറ്റുമായിരുന്ന ഭർത്താവ് മൈക്കൽ ജെ വില്യംസിനൊപ്പം ടെക്സസിലെ ഹൂസ്റ്റണിലാണ് സുനിത താമസിക്കുന്നത്. US ഫെഡറൽ ജുഡീഷ്യറിയെ സംരക്ഷിക്കുകയും ഫെഡറൽ നിയമം നടപ്പിലാക്കുകയും ചെയ്യുന്ന ഫെഡറൽ ഏജൻസിയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാർഷൽ സർവീസിൽ ജോലി ചെയ്യുന്ന നിയമനിർവഹണ ഉദ്യോഗസ്ഥനാണ് ഫെഡറൽ മാർഷൽ എന്നറിയപ്പെടുന്നത്. സുനിതയെക്കാളും ബാരി ബുച്ച് വിൽമോറിനേക്കാളുമെല്ലാം 3 ഇരട്ടിയോളം ശമ്പളം വാങ്ങുന്ന US പ്രസിഡന്റിന് ലഭിക്കുന്ന വാർഷിക അലവൻസ് പോലും ഇവരുടെ ശമ്പളത്തേക്കാൾ ഏറെയുണ്ടെന്നതാണ് വസ്തുത. പ്രതിവർഷം $4 ലക്ഷം US പ്രസിഡന്റിൻ്റെ ശമ്പളം, ഏകദേശം 3.36 കോടി ഇന്ത്യൻ രൂപ. 2001 മുതൽ മാറ്റമില്ലാതെ തുടരുന്ന ഈ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ പ്രസിഡന്റിന് $50,000 വാർഷിക ചെലവ് അലവൻസ്, നികുതിയില്ലാത്ത യാത്രാ അലവൻസായി $1 ലക്ഷം, വിനോദത്തിനായി $19,000 എന്നിവയും ലഭിക്കും. ഈ കണക്കുകൾ ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം യഥാക്രമം 42 ലക്ഷം, 84 ലക്ഷം, 16 ലക്ഷം എന്നിങ്ങനെ വരും. വൈറ്റ് ഹൗസിൽ സൗജന്യ താമസം, എയർഫോഴ്സ് 1 മറൈൻ 1, മറ്റ് സർക്കാർ ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പ്രസിഡന്റിന് സൗജന്യമായി ലഭിക്കും. 1969 മുതൽ അമേരിക്കൻ പ്രസിഡന്റിന് ശമ്പളം $2 ലക്ഷം ആയിരുന്നു. 2001 അത് ഇരട്ടിയാക്കി മാറ്റിയത്. എന്നാൽ പ്രസിഡന്റിന് ലഭിക്കുന്ന ഈ തുക അമേരിക്കയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ശമ്പളമല്ല. നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളുടെ സിഇഒമാർ ഇതിലും കൂടുതൽ ശമ്പളം ഒരു വർഷം വാങ്ങുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നത് ഇലക്ട്രിക് കാർ കമ്പനിയായ ടെസ്ലയുടെ CEO ഇലോൺ മസ്ക് ആണ്. ഇക്കഴിഞ്ഞ ജനുവരിയിലെ കണക്ക് പ്രകാരം മസ്കിൻ്റെ ശമ്പള പാക്കേജ് ഏകദേശം $23.5 ബില്യൺ ആണ്. നേരത്തെ മസ്കിന് പ്രതിവർഷം $55.8 ബില്യൺ, അതായത് $558 ലക്ഷം ശമ്പളം നൽകാൻ തീരുമാനിച്ചത് പിന്നീട് കോടതി കയറുകയും വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. 2018 ടെസ്ല മസ്കിന് പ്രതിവർഷം $55.8 ബില്യൺ ശമ്പളം നൽകാനുള്ള പാക്കേജിന് അംഗീകാരം നൽകിയത്. എന്നാൽ മസ്കിന് ഇത്രയും ശമ്പളം നൽകേണ്ട ആവശ്യമില്ലെന്ന് കാണിച്ച് ഓഹരി ഉടമകളിൽ ഒരാൾ ഹർജി നൽകിയതോടെയാണ് സംഭവം വിവാദമായത്. US കോടതി ശമ്പള വർധന റദ്ദാക്കുകയും ശമ്പള പാക്കേജ് അനുവദിച്ചതിൽ ടെസ്ല ബോർഡിന് പിഴവ് സംഭവിച്ചതായും വിധിക്കുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യവസായികളിൽ ഒരാളായ മസ്കിന് കമ്പനിയിൽ എപ്പോഴും ശ്രദ്ധയുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഇത്രയും വലിയ പാക്കേജ് നൽകിയതെന്നായിരുന്നു ടെസ്ല ഡയറക്ടർമാർ കോടതിയിൽ വാദിച്ചത്. ഇത് തള്ളിയ കോടതി മസ്കിൻ്റെ കീഴിൽ കമ്പനി കൈവരിച്ച നേട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് മനസ്സിലാകുമെന്നും എന്നാൽ ഇത്രയും വലിയ തുക ദോഷമായി മാറുമെന്നും നിരീക്ഷിക്കുകയായിരുന്നു. മാത്രമല്ല, ശമ്പളം സംബന്ധിച്ച് ഓഹരി ഉടമകളിൽ നിന്ന്
അനുമതി വാങ്ങിയിരുന്നുവെന്ന് തെളിയിക്കാൻ ടെസ്ലക്കോ മസ്കിൻ്റെ അഭിഭാഷകനോ കഴിഞ്ഞില്ലെന്നതും കോടതി വ്യക്തമാക്കി. തുടർന്നാണ് കോടതി ശമ്പള വർധന തടഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ശമ്പള പാക്കേജുമായി ബന്ധപ്പെട്ട് ടെസ്ലയുടെ 2018 ബോർഡ് ചർച്ചകളെ മസ്ക് തെറ്റായി സ്വാധീനിച്ചതായും കോടതി വിധിയിൽ ചൂണ്ടിക്കാട്ടി. 2024 ജനുവരിയിലാണ് കോർപ്പറേറ്റ് മേഖലയിൽ തന്നെ ഏറ്റവും ഭീമമായ മസ്കിൻ്റെ ശമ്പള വർധന കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെ നൽകിയ ഹർജി പരിഗണിച്ച ഡെലവെയർ ചാൻസലർ കോടതി ഇക്കഴിഞ്ഞ ജനുവരിയിലെ വിധി ശരിവെച്ചത് മസ്കിന് വലിയ തിരിച്ചടിയാവുകയായിരുന്നു. രണ്ട് വിധികളും പുറത്തു വന്നതിന് പിന്നാലെ ടെസ്ലയുടെ ഓഹരിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമാണ്. കോടതി വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച ഇലോൺ മസ്ക് ഷെയർ ഹോൾഡർമാരാണ് കമ്പനി വോട്ടുകൾ നിയന്ത്രിക്കേണ്ടത്, ജഡ്ജിമാരല്ല എന്ന് ട്വിറ്ററിൽ കുറിച്ചിരുന്നു. തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ടെസ്ലയും എക്സിലൂടെ അറിയിച്ചിരുന്നു. US സംസ്ഥാനമായ ഡെലവെയറിലെ നീതിന്യായ കോടതിയായ ഡെലവെയർ കോർട്ട് ഓഫ് ചാൻസറി, സുപ്രീം കോടതി, സുപ്പീരിയർ കോടതി എന്നിവയ്ക്കൊപ്പം ഡെലവെയറിലെ 3 ഭരണഘടനാ കോടതികളിലൊന്നാണ്. US ഏറ്റവും വലിയ 500 കമ്പനികളിൽ 2/3 ഡെലവെയറിലായതിനാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കോർപ്പറേറ്റ് വ്യവഹാരങ്ങളുടെ കേന്ദ്രമായാണ് ഈ കോടതി അറിയപ്പെടുന്നത്. ലോകത്തിലെ പ്രമുഖ ബിസിനസ് കോടതികളിൽ ഒന്നാണിത്. ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശമ്പളക്കാരൻ ആപ്പിൾ CEO ടിം കുക്ക് എന്ന തിമോത്തി ഡൊണാൾഡ് കുക്കാണ്. $770.5 മില്യൺ ടിം കുക്കിന്റെ ശമ്പളം. ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധചാലക കമ്പനിയായ എൻവിഡിയുടെ പ്രസിഡന്റും സഹസ്ഥാപകനും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ തായ്വാനീസ് അമേരിക്കൻ വ്യവസായി ജെൻസൺ ഹുവാങ് $561 മില്യൺ, നെറ്റ്ഫ്ലിക്സിന്റെ റീഡ് ഹാസിങ്സ് $453.5 മില്യൺ ശമ്പളം വാങ്ങുന്നത്. ബയോടെക്നോളജി കമ്പനിയായ റെജനറോൺ ഫാർമസ്യൂട്ടിക്കൽസിന്റെ CEO ലിയനോഡസ് സ്ലീഫർ $452.9 മില്യൺ ശമ്പളം വാങ്ങുമ്പോൾ സോഫ്റ്റ്വെയർ കമ്പനിയായ സെയിൽസ് ഫോഴ്സിന്റെ CEO മാർക്ക് റസൽ ശമ്പളം $439.4 മില്യൺ. $309.4 മില്യൺ മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ലയുടെ ശമ്പളം. ഇന്ത്യക്കാർക്ക് അഭിമാനമായി ലോകത്തെ ആദ്യ ശമ്പളക്കാരുടെ പട്ടികയിലുള്ള ഗൂഗിളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ സുന്ദർ പിച്ചയുടെ ശമ്പളം $280 മില്യൺ. പിച്ചെ സുന്ദരരാജൻ എന്നാണ് യഥാർത്ഥ പേരെങ്കിലും സുന്ദർ പിച്ചെ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. മെറ്റീരിയൽ എഞ്ചിനീയറായി തന്റെ കരിയർ ആരംഭിച്ച പിച്ചെ ജനിച്ചതും വളർന്നതുമെല്ലാം തമിഴ്നാട്ടിലാണ്. ശമ്പളം എത്രയെന്ന് പറയാൻ പലർക്കും മടിയാണെന്നാണ് പണ്ട് മുതലേ കരുതിപ്പോരുന്ന ഒരു കാര്യം. എനിക്കും എൻ്റെ ഏമാനും കൂടി 105 ഉറുപ്പിക ശമ്പളം എന്ന ചൊല്ല് പതിറ്റാണ്ടുകളായി മലയാളി മനസ്സിൽ പതിഞ്ഞതും അതുകൊണ്ടൊക്കെ തന്നെയാണ്.